ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫർഹാസ് റെസിപ്പീസ്. ഇന്ന് ഫർഹാസ് റെസിപ്പിയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് കൊണ്ടാട്ടമാണ്. അപ്പോൾ നമുക്ക് ബീഫ് കൊണ്ടാട്ടം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 1/2 kg ബീഫാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. വലിയ പീസായിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ആദ്യം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തൊന്ന് തിളപ്പിച്ച് ഇതിലെ കൊഴുപ്പെല്ലാം ഒന്ന് കളയുന്നുണ്ട്. ബീഫ് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ ചെറിയ പീസാക്കി കട്ട് ചെയ്യുന്നത്. ബീഫ് മാരിനേറ്റ് ചെയ്യാനുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ ഇതിനായിട്ട് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ കാശ്മീരി ചില്ലി ആണെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു എഗ്ഗാണ്. ഞാനിവിടെ ഒരു എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിവിടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബീഫ് മാരിനേറ്റ് ചെയ്യാനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ബീഫ് വേവിച്ചെടുത്തത് ഇതാ ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ബീഫ് പീസുകൾ നമ്മൾ തയ്യാറാക്കി വെച്ച മസാലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 1 മണിക്കൂറോളം നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു കടായി വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബീഫ് ഫ്രൈ ചെയ്ത് എടുക്കാനുള്ള എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ബീഫൊന്ന് ഇതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ കൂടുതൽ മുരിഞ്ഞ് നല്ല ഫ്രൈ ആയി എടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഇനി ഇത് നമുക്ക് കോരി മാറ്റി വെക്കാം. ബീഫ് ഫ്രൈ ചെയ്തെടുത്ത എണ്ണയിൽ തന്നെയാണ് ഞാൻ വറ്റൽമുളകൊന്ന് വറുത്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസ് വലിയ ഉള്ളിയും ബാക്കി ചെറിയ ഉള്ളിയുമാണ് ചേർത്തിട്ടുള്ളത്. ചെറിയ ഉള്ളിയാണ് ഞാൻ കൂടുതൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നല്ല ടേസ്റ്റി ആയി തോന്നുന്നത് നമുക്ക് ചെറിയ ഉള്ളി തന്നെയാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ചെറിയ ഉള്ളി എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു അല്ലി കറിവേപ്പില കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഉള്ളി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത്. ഇതിൻ്റെ പച്ചമണം എല്ലാം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ്. അപ്പോൾ ഞാൻ ചെറുതായിട്ട് തേങ്ങ ചിരകിയെടുത്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിവിടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഒന്നുകൂടെ വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു പേസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. 1.5 ടീസ്പൂൺ വിനെഗറും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് തയ്യാറാക്കിയ ഒരു പേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറും യൂസ് ചെയ്യാം. ഞാനിവിടെ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച വറ്റൽമുളക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്രൈ ചെയ്ത് വെച്ച ബീഫാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്നത് വഴറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. വലിയ ഉള്ളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ഭാഗം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് ഇതിലേക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്. ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ വറ്റൽമുളകൊന്ന് വറുത്ത് പൊടിച്ചിട്ട് കൊടുത്താൽ മതി. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ഞാൻ ചേർത്തിട്ടുള്ളത്. എരിവുള്ളത് കൊണ്ട് തന്നെ 1 ടീസ്പൂണാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയൊരു നനവ് കിട്ടാനായിട്ട് 2 ടീസ്പൂണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഒന്നുകൂടെ ഡ്രൈ ആവണമെങ്കിൽ വെള്ളം ചേർക്കണമെന്നില്ല. ഒരു 5 മിനിറ്റ് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കൊണ്ടാട്ടം റെഡിയാകുന്നുണ്ട്. നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.